വേൾഡ് കപ്പ് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. പക്ഷേ ഇന്ത്യയിൽ ഒരു ചാനലിലും കളി കാണാൻ പറ്റില്ല. 10,000 കോടി രൂപയുടെ ഇന്ത്യൻ സ്പോർട്സ് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ സംഭവിച്ചാൽ എങ്ങനെയിരിക്കും? ഹായ്, വെൽക്കം ടു റോഡിയോ സീരീസ് എപ്പിസോഡ് നമ്പർ 5. ഗ്ലോബൽ ഫുട്ബോൾ ഓഡിയൻസിന്റെ 3% ഇന്ത്യയിലായിട്ടും 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് വാങ്ങാൻ ജിയോയോ സോണിയോ തയ്യാറായില്ല. കാരണം സിമ്പിളാണ്. ഫിഫ ചോദിച്ചത് $100 മില്യൺ. ഇന്ത്യൻ ബ്രാൻഡുകൾ നൽകിയ ഓഫർ വെറും 20 മില്യൺ. ഇത്തവണത്തെ 104 മാച്ചുകളിൽ 90% നടക്കുന്നത് ഇന്ത്യൻ സമയം അർദ്ധരാത്രിക്കും പുലർച്ചയ്ക്കുമിടയിലാണ്. ഈ ടൈം സ്ലോട്ടിൽ പരസ്യങ്ങളിലൂടെ പണം തിരിച്ചുപിടിക്കാൻ കഴിയില്ലെന്ന് വമ്പൻ ബ്രാൻഡുകൾക്ക് അറിയാമായിരുന്നു. ഇവിടെയാണ് ബിസിനസ്സിലെ അടുത്ത ട്വിസ്റ്റ്. പ്രതീക്ഷിക്കാത്ത മറ്റൊരു താരം ഈ സീനിലേക്ക് വരുന്നു: സീ എന്റർടൈൻമെന്റ്. സിയുടെ പുതിയ സ്പോർട്സ് നെറ്റ്വർക്ക് യുണൈറ്റ് 8 സ്പോർട്സ് ലോഞ്ച് ചെയ്തുകൊണ്ട് ഏകദേശം $35 മില്യൺ ഫിഫ ഡീൽ ഉറപ്പിക്കാൻ പോകുകയാണെന്നാണ് റൂമേഴ്സ്. ഇവിടെ സി അപ്ലൈ ചെയ്തത് ലോസ് ലീഡർ സ്ട്രാറ്റജിയാണ്. മറ്റുള്ളവർ ലാഭം മാത്രം നോക്കി പിന്മാറിയപ്പോൾ ലാഭം കണക്കിലെടുക്കാതെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒറ്റയടിക്ക് ഒരു വമ്പൻ സ്പോർട്സ് ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ഈ പ്രതിസന്ധിയെ സി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക്കി യൂസ് ചെയ്യും. ഇതാണ് യഥാർത്ഥ ബിസിനസ് ഗെയിം.